ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബോട്ടിൽ മേക്ക് ഓവറാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇതാർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ മേക്ക് ഓവറാണ്. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ഒരു ബോട്ടിൽ കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്റ്റിക്കറെല്ലാം പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ഇത് അക്രിലിക് പെയിൻ്റാണ്. ഞാനിവിടെ വൈറ്റാണ് അടിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് വീതിയുള്ളൊരു ബ്രഷാണ്. ഇത്തരം ബ്രഷാണെങ്കിൽ നമുക്ക് ബോട്ടിൽ വേഗം പെയിൻറ്റ് അടിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ബോട്ടിൽ പെയിൻറ്റ് അടിക്കാൻ പോവുകയാണ്. പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ വെച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിളൊക്കെ വൃത്തികേടാകാതെ കൊണ്ട് ഇരിക്കും. ബ്രഷിൽ കുറച്ച് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതേ രീതിക്ക് ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. നമ്മളിവിടെ ഒരു 2-3 കോട്ട് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഡ്രൈ ആകാൻ വെക്കുക. അതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ മൂന്നാമത്തെ കോട്ട് അതിൻ്റെ മുകളിൽ അടിക്കാവുള്ളൂ. എങ്കിലേ നമുക്ക് നല്ല രീതിക്ക് കുപ്പിയിൽ പെയിൻറ്റ് പിടിച്ച് കിട്ടുകയുള്ളൂ. നമ്മൾ പെയിൻറ്റ് ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫസ്റ്റ് കോട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും അടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ 3 കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇതിലേക്ക് നമുക്കിനി ലേസ് വെച്ച് കൊടുക്കാം. ഫ്ലവർ ഡിസൈൻ വരുന്ന ലേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്കിനി കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഗം വേണം. ഈ ലേസിനെ നമുക്ക് ഈ ബോട്ടിലിൽ ചുറ്റിയെടുക്കാം. അതിനുവേണ്ടി ഗം അപ്ലൈ ചെയ്ത് ലേസ് ഇങ്ങനെ ചുറ്റി എടുക്കുക.
ബോട്ടിൽ ലേസ് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്ലവർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആ ലേസിൽ നിന്ന് ഓരോരോ ഫ്ലവർ വരുന്നത് കണക്ക് കട്ട് ചെയ്ത് എടുക്കുക. ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്ത ഫ്ലവറിൻ്റെ മുകളിൽ പേള് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ഫ്ലവറിനെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഫ്ലവർ എടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ആ ഫ്ലവറും കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ടോപ്പിൻ്റെ മുകൾ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമുക്ക് അവിടെയും ലേസ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ 2-3 പേളും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ പേള് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു.